സുഹൃത്തുക്കളെ, മാതാപിതാക്കളും ഗുരുജനങ്ങളും കുട്ടികളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഇത് കേൾക്കുന്നത് എന്ന് ഞാൻ കരുതുന്നു. കാര്യമായിട്ടല്ല ആരെയും എനിക്ക് നേരിട്ട് പരിചയമില്ലെങ്കിലും ഭാരതീയമായ പൈതൃകത്തെക്കുറിച്ച്, ഭാരതീയ സംസ്കാരത്തെക്കുറിച്ച് ഒക്കെ അറിയാൻ താല്പര്യമുള്ള ആളുകളാണ് നിങ്ങൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ സമ്പന്നമായ ഒരു സംസ്കാരം ഭാരതത്തിന് ഉണ്ട്. അത് സംസ്കൃത ഭാഷയിൽ വേദങ്ങളിലൂടെയും ഉപനിഷത്തുകളിലൂടെയും പുരാണങ്ങളിലൂടെയും ഒക്കെ ആണ് നമ്മളിലേക്ക് ഈ സംസ്കാരത്തിന്റെ ആ വാഹിനി എത്തിയിരിക്കുന്നത്. പക്ഷെ ഇതിനെ വ്യക്തമായി മനസ്സിലാക്കാൻ പലർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ ശോചനീയമായ ഒരു വസ്തുതയാണ്. അതുകൊണ്ട് അതിലേക്കൊന്ന് വിരൽ ചൂണ്ടുവാനാണ് ഉദ്ദേശിക്കുന്നത്. വേദങ്ങളിൽ നിന്നാണ് ഈ സംസ്കാരം നമ്മളിലേക്ക് ഇങ്ങനെ പടിപടിയായി ഇറങ്ങി വന്നിട്ടുള്ളത്. അപ്പോ അപൗരുഷയങ്ങൾ എന്ന് നാം പറയുന്ന വേദങ്ങൾ, അപൗരുഷയങ്ങൾ, സ്വർഗീയമായ ജ്ഞാനം അവയിലുണ്ട്. അവ നമ്മളിലേക്ക് ഇങ്ങനെ 3 ഘട്ടങ്ങളിലൂടെ ഇറങ്ങി വന്നു. എന്തുപോലെയാണ് സ്വർണ്ണനദിയായിട്ടുള്ള സ്വർഗത്തിലൂടെ പ്രവഹിച്ചിരുന്ന ഗംഗാനദി 3 ഘട്ടങ്ങളായിട്ട് പാതാളത്തോളം എത്തിയതുപോലെ വേദത്തിന്റെ ജ്ഞാനം നമ്മളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് അതിനെക്കുറിച്ച് ഒരു ധാരണയും യഥാർത്ഥത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ല നമുക്ക്. എന്നതുകൊണ്ട് ഞാൻ ആദ്യമേ തന്നെ വേദത്തിന്റെ ഏറ്റവും അവസാനത്തെ ആ മന്ത്രങ്ങളെ കുറിച്ചാണ് ഇന്ന് പറയാമെന്ന് വിചാരിക്കുന്നത്. കാരണം നമ്മൾ ഒരു പ്രഭാഷണം നടത്താം, അല്ലെങ്കിൽ നമ്മളൊരു ലേഖനം എഴുതുക. ആ ലേഖനം എഴുതുമ്പോൾ ഏറ്റവും അവസാനം കൊണ്ടുപോയിട്ട് നമ്മൾ അത് സംഗ്രഹിക്കും. അപ്പോൾ അതിൻ്റെ ആ താത്പര്യാർത്ഥം അതിൽ പറഞ്ഞിട്ടുണ്ടാകും. എന്നുള്ളത് കൊണ്ട് വേദങ്ങൾ എന്താണ് നമുക്ക് ആത്യന്തികമായി തരുന്ന ഒരു സന്ദേശം എന്ന് വേദത്തിന്റെ ഏറ്റവും ഒടുവിലുള്ള മന്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്നത് സ്പഷ്ടമാണല്ലോ. അതുകൊണ്ട് വേദങ്ങളെ കുറിച്ച് നമ്മുടെ ആ മുൻവിധികളൊക്കെ മാറ്റിവെച്ച് കൃത്യമായിട്ട് വേദത്തിന്റെ ഏറ്റവും ഒടുവിൽ എന്ത് പറഞ്ഞാണ് വേദത്തിന്റെ ആ ദർശനങ്ങളെല്ലാം സംഗ്രഹിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ നോക്കുകയാണ് ചെയ്യുന്നത്. അതിന് ആകട്ടെ ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ്. വേദങ്ങൾ നമുക്കറിയാം, 4 വേദങ്ങളുണ്ട്: സാമം, അഥർവം. ഓരോ വേദത്തിന് 4 ഭാഗങ്ങളുണ്ട്: സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത്. അതിൽ ഉപനിഷത്ത് എന്ന് പറയുന്നത് വേദത്തിന്റെ എന്താണ് ദർശന ഭാഗമാണ്, ദാർശനികമായ ഫിലോസഫിക്കൽ സൈഡ് എന്ന് പറയാം. അതാണ് ഈ ഉപനിഷത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഈ വേദം എന്ത് പറയുന്നു? അപ്പൊ ഞാൻ വേദത്തിന്റെ അന്തത്തിലേക്കാണ് ആദ്യം നിങ്ങളെ കൊണ്ടുപോകണം, നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കണമെന്ന് വിചാരിക്കുന്നു. ഏറ്റവും ഒടുവിൽ എന്ത് പറഞ്ഞിരിക്കുന്നു? അപ്പൊ നമുക്കറിയാം ഇത് എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന്. അങ്ങനെയാണല്ലോ നമ്മൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ എന്റെ താല്പര്യം ഇതാണ് എന്ന് നാം പറയുമല്ലോ. അതുപോലെ വേദത്തിന്റെ അന്തം എന്ന് നമ്മൾ വേദാന്തം എന്ന് പറയും. വേദാന്തം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ദർശനം തന്നെയാണ്. ഇവിടെ വേദത്തിന്റെ അവസാന ഭാഗത്തുള്ള മന്ത്രങ്ങൾ എന്ന അർത്ഥത്തിലാണ് ഞാൻ ഈ മന്ത്രങ്ങളെ പറയുന്നത്. അപ്പൊ ഏറ്റവും ഒടുവിൽ ഋഗ്വേദത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ 4 മന്ത്രങ്ങളാണ്. അതിനെപ്പറ്റി ഞാൻ പറയാമെന്നാണ് വിചാരിക്കുന്നത്. ആ മന്ത്രങ്ങളെ നമ്മൾ പറയുന്നത് സംവാദ സൂക്തം അഥവാ ഐകമത്യ സൂക്തം എന്നാണ് പറയുക. സംവാദ സൂക്തം അഥവാ ഐകമത്യ സൂക്തം. സംവാദം എന്ന് പറഞ്ഞാൽ വേദങ്ങൾ നമ്മളോട് സംവദിക്കുന്നു ഇതിൽ, അഥവാ നമ്മൾ ഏകമതികളായിട്ട് ഐകമത്യത്തോടു കൂടി ഈ ഭൂമിയിൽ ജീവിക്കണം എന്ന് വേദം നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പൊ ആ സൂക്തങ്ങളാണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. 4 മന്ത്രങ്ങളാണ്. ഏറ്റവും ഒടുവിലത്തെ 4 മന്ത്രങ്ങൾ ഇതാണ്. അതിൽ ആദ്യത്തേത് ഓം സംസമിത് യുവസേ വൃഷന്നഗ്നേ വിശ്വാന്യ
ഇളസ്പദേ സമിധ്യസേ സമോവസൂന്യാഭരാ. രണ്ടാമത്തത് സംഗച്ഛധ്വം സംവദധ്വം സംവോ മനാംസി ജാനതാം ദേവാഭാഗം യഥാ പൂർവേ സംജാനാന ഉപാസതേ. മൂന്നാമത്തത് സമാനോ മന്ത്ര സമിതി സമാനി സമാനം മനസ്സഹ ചിത്തമേഷാം സമാനം മന്ത്രം അഭിമന്ത്രയേവ സമാനേന മോഹവിഷാജുഹോമി. നാലാമത്തത് സമാനീവ ആഹൂതി സമാനാ ഹൃദയാനിവഹ സമാനമസ്തുവോ മനോ യഥാവസ്സു സഹാസതി. ഇങ്ങനെയാണ് ഋഗ്വേദം അവസാനിക്കുന്നത്. അവസാനത്തെ 4 മന്ത്രങ്ങളാണ് നമ്മളിപ്പോ ചൊല്ലിയത്, 4 ഋക്കുകൾ. അതിൽ ആദ്യത്തേതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓം സംസമിത് യുവസേ വൃഷന്നഗ്നേ വിശ്വാന്യര്യ ആ ഇളസ്പദേ സമിധ്യസേ സനോവസൂന്യാഭരാ. സംബോധന ചെയ്യണം, അഗ്നിയെ സംബോധന ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ഏറ്റവും ആദ്യത്തെ ഋഗ്വേദത്തിലെ ഏറ്റവും ആദ്യത്തെ മന്ത്രവും ഋക്കും അഗ്നിയെ തന്നെയാണ് സംബോധന ചെയ്തത്. അവിടെ അഗ്നിമീളെ പുരോഹിതം യജ്ഞസ്യ ദേവം ഋത്വിജം ഓതാരം രത്നധാതമം എന്നാണ് അവിടെ പറയുന്നത്. ആ അഗ്നിയെ തന്നെ വിളിച്ചുകൊണ്ട്, അപ്പൊ അഗ്നി എന്താണ്? ഊർജമാണ്. ഊർജമില്ലാതെ ഈ ഭൂമിയിൽ ഒരു ജീവിക്കും നിലകൊള്ളാൻ കഴിയില്ല, ജീവിക്കാൻ കഴിയില്ല. ഊർജം വേണം. അത് സ്ഥാവരമായിക്കൊള്ളട്ടെ, ജംഗമമായിക്കൊള്ളട്ടെ. ജംഗമം എന്ന് പറയുന്നത് നമ്മളൊക്കെ ചരിക്കുന്നവരാണ്, നടക്കുന്നവരാണ്. അപ്പൊ ചരങ്ങളോ അചരങ്ങളോ ആയിക്കൊള്ളട്ടെ, അചരങ്ങൾക്കും എന്ത് വേണം? ഊർജം എല്ലാറ്റിനും ആവശ്യം. അതുകൊണ്ടാണ് ആദ്യമേ തന്നെ അഗ്നിയെ സംബോധന ചെയ്തുകൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പോ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നു. എല്ലാ പ്രവർത്തനങ്ങൾക്കും ഏറ്റവും അനിവാര്യമായ ഒരു ഘടകമായി വർത്തിക്കുന്നത് അഗ്നിയാണ്. ആ അഗ്നിയെ സംബോധന ചെയ്തുകൊണ്ടാണ് പറയുന്നത് ആദ്യത്തെ മന്ത്രം പോകുന്നത്. അത് കഴിഞ്ഞിട്ട് അഗ്നിയെ തന്നെ സംബോധന ചെയ്തുകൊണ്ടാണ് ഇവിടെ ഇത് പറയുന്നത്. എന്താണ് പറയുന്നത്? സംസമിദ്യുവസേ വൃഷൻ അഗ്നേ. ഹേ അഗ്നേ, അല്ലയോ അഗ്നി, എല്ലാ ഊർജവും നമുക്ക് നൽകുന്നവനായ എല്ലാ ഊർജത്തിന്റെയും സ്വരൂപമായിട്ടാണ് അഗ്നിയെ കാണുന്നത്. അഗ്നേ, നീ എന്താണ് ചെയ്യുന്നത്? ആ എന്ന ആദ്യം തുടങ്ങിയിട്ടുണ്ട്. ആ യുവസേ, ആയോജനം ചെയ്യുന്നു. എന്തിനെയാണ് അങ്ങ് ആയോജനം ചെയ്യുന്നത്? ഞങ്ങളിലേക്ക് എത്തിക്കുന്നത്, ഞങ്ങൾക്കായി എത്തിച്ചു നൽകുന്നത് എന്താണ് അങ്ങ്? വൃഷൻ അഗ്നേ, അങ്ങ് വൃഷൻ ആണ്. വൃഷൻ എന്ന് പറഞ്ഞാൽ വർഷിക്കുന്നവൻ, എല്ലാ ഊർജത്തെയും വർഷിക്കുന്നവൻ. അങ്ങ് എന്ത് ചെയ്യുന്നു? ആ യുവസേ, ആയോജനം ചെയ്യുന്നു. എല്ലാ ഐശ്വര്യങ്ങളെയും എല്ലാ ഊർജത്തെയും അവിടുന്ന് ഞങ്ങൾക്ക് തരുന്നു. അങ്ങനെയുള്ള അഗ്നേ, അങ്ങ് എന്താണ് ചെയ്യുന്നത്? ഇളസ്പദേ സമിധ്യസേ, അങ്ങ് ഇളസ്പദേ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ അങ്ങ് അങ്ങേക്ക് യുക്തമായ ഏറ്റവും ഉയർന്ന വേദിയിൽ അങ്ങ് യജമാനന്മാരാൽ ഇവിടെ വർദ്ധിപ്പിക്കപ്പെടുന്നു. അഗ്നിയെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അഗ്നിയെ സാധാരണ അഗ്നിയാധാനം ചെയ്ത ഗൃഹസ്ഥന്മാരുണ്ട്. ദക്ഷിണാഗ്നി, ഗാർഹവത്യാഗ്നി, ആഹവനീയാഗ്നി, ഇങ്ങനെ 3 വിധത്തിലുള്ള അഗ്നികളെ സംരക്ഷിക്കുന്നവരാണ് ശരിക്കും ഗൃഹസ്ഥന്മാര്. അപ്പൊ അങ്ങനെയുള്ള അഗ്നിയെ എന്താണ്? അതിന് അർഹമായ ഉയർന്ന കുണ്ടങ്ങളിൽ ഈ അഗ്നിയെ ഞങ്ങൾ എന്താണ് ഇവിടെ ഈ ഭൂമിയിൽ ഞങ്ങൾ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള അങ്ങന്ന് ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? അങ്ങന്ന് ഞങ്ങൾക്ക് വസൂനി ആഭര, എല്ലാ വിധത്തിലുമുള്ള വസുക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐശ്വര്യം എന്ന അർത്ഥമാണ്. അങ്ങ് ഞങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളെയും തന്നരുളിയാലും എന്നാണ് പറയുന്നത്. അപ്പോ അഗ്നിയെ സംബോധന ചെയ്യുന്നു, അഗ്നിയെ പ്രകീർത്തിക്കുന്നു. അങ്ങ് ഇവിടെ എന്താണ്? ഞങ്ങളിവിടെ അഗ്നിയെ പ്രത്യേകമായി ആദരവോടുകൂടി കുണ്ടങ്ങളിൽ സംരക്ഷിക്കുന്നു. അങ്ങനെയുള്ള ഞങ്ങളുടെ ആദരവിനും ഞങ്ങളുടെ ആരാധനയ്ക്കും പാത്രമായ അഗ്നി അങ്ങ് ഞങ്ങൾക്ക് എല്ലാ സമ്പത്തുകളെയും നൽകിയാലും എന്നാണ് ആദ്യത്തേത്. അപ്പോ
ശ്രദ്ധിക്കണം. ആദ്യത്തെ എന്താണ്? നമുക്ക് സമ്പത്തിനെ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള മന്ത്രം. രണ്ടാമത്തെ മന്ത്രത്തിൽ പറയുന്നു, സംഗച്ഛധ്വം സംവദധ്വം സംഭോ മനാംസി ജാനതാം ദേവാഭാഗം യഥാ പൂർവേ സംജാനാന ഉപാസതേ. സമ്പത്ത് കിട്ടിയാൽ പോരാ, സമ്പത്തിന്റെ വിനിമയം, സമ്പത്തിന്റെ വിതരണം ശരിയായി നടക്കണം. ആ വിതരണം ചെയ്യുന്നത് ഏത് വിധത്തിലാണ്? നമ്മുടെ ഭൂമിയിൽ പല പല പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പ്രസ്ഥാനങ്ങളുടെയൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം സമ്പത്തിന്റെ വിനിമയം എങ്ങനെയായിരിക്കണം. ഒരു ധനികനായിട്ടുള്ള ആള് എല്ലാവർക്കും സമ്പത്ത് കൊടുക്കുകയാണോ വേണ്ടത്? അല്ലെങ്കിൽ ഒരു അധികാരി, ഒരു രാജാവ് എല്ലാവർക്കും സമ്പത്ത് കൊടുക്കുകയാണോ വേണ്ടത്? ഇങ്ങനെയൊക്കെയുള്ള പല പല ചിന്തകളുണ്ട് അല്ലേ? അതിനാണ് പല പല പ്രസ്ഥാനങ്ങളുള്ളത്. സോഷ്യലിസവും കമ്മ്യൂണിസവും ഇങ്ങനെ പല പല പ്രസ്ഥാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവിടെ അത്യന്തം ഉന്നതമായിട്ടുള്ള ഏറ്റവും ഉയർന്ന ഒരു സമ്പദ്വിനിമയ സമ്പ്രദായം പറയുകയാണ് വേദം. എന്താണ് അത് പറയുന്നത്? അത് ആദ്യമേ തന്നെ നമ്മുടെ ജീവിതം എങ്ങനെയായി? സംഗച്ഛധ്വം സംവദധ്വം സംഗച്ഛധ്വം, നിങ്ങൾ സംഗമിക്കൂ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ എല്ലാവരും ഒന്നായി ഒന്ന് ചേർന്ന് ഗമിക്കണം. ഈ ഭൂമിയിൽ നമ്മളുടെ എല്ലാം ഗമനം, പ്രയാണം എങ്ങനെയായിരിക്കണം? ഒന്ന് ചേർന്നിരിക്കണം. സംഗച്ഛധ്വം, സംഗമിക്കണം, നിങ്ങൾ ഒന്നിച്ച് പോകണം. ഈ ലോകയാത്ര, ഈ ഭൂമിയിലെ നമ്മുടെ യാത്ര എങ്ങനെയായിരിക്കണം? എല്ലാവരും ചേർന്നിട്ടായിരിക്കണം. ആരും അതിൽ നിന്ന് തെറ്റി നിൽക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ആ യാത്ര, ലോകത്തിന്റെ യാത്രയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം നമ്മൾ ചെയ്യാണ്, സംഗമിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവരും ഒന്നിച്ചു ചേർന്ന് അങ്ങ് പോവാണ്. അപ്പൊ പല പല കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ലോകയാത്ര സുഖകരമാവുകയുള്ളൂ. നമുക്കറിയാം, നമുക്ക് എന്തെല്ലാം ആവശ്യമുണ്ട്, നിരവധി. നമുക്ക് ആഹാരം വേണം, വസ്ത്രം വേണം, വേണ്ടേ? ആ വായുവിന്റെ പ്രകൃതി തന്നെ നമുക്ക് നൽകിയിട്ടുണ്ട്. ആഹാരം വേണം, വസ്ത്രം വേണം, ഔഷധങ്ങൾ വേണം, കുട്ടികളെ പഠിപ്പിക്കാൻ വിദ്യാലയങ്ങൾ വേണം, പല പല കാര്യങ്ങൾ നമുക്ക് ഉണ്ട്. അവിടെ എന്ത് വേണം? പല വിധത്തിലുള്ള ആളുകൾ അവിടെ ആവശ്യമാണ്. പല പ്രവൃത്തി ചെയ്യുന്ന ആളുകൾ. എല്ലാവരും ഒരേ പ്രവൃത്തി ചെയ്താൽ വേറെ പലതും ചെയ്യാൻ ആളുകൾ ഇല്ലാത്ത അവസ്ഥ വരും. അപ്പോ അതുകൊണ്ട് എന്താണ് വേണ്ടത്? എല്ലാവരും ഒന്നിച്ച് അവരവരുടെ കഴിവിന് അനുസൃതമായ പ്രവൃത്തികൾ ചെയ്യുന്നവരായിരിക്കാം. അപ്പോൾ അതെല്ലാം സംഗമിച്ച് ചെയ്യുക. അപ്പൊ ആരൊക്കെ വേണം? അധ്യാപകനായാലും, പൂജാകാരിയാണെങ്കിലും, പൂജയുടെ അരിയല്ല, ശത്രുവല്ല, പൂജ ചെയ്യുന്ന ആളാണ്. പൂജാരിയാണെന്നുണ്ടെങ്കിലും, രാജ്യരക്ഷ ചെയ്യുന്നവനാണെങ്കിലും, കൃഷിയും കച്ചവടം ചെയ്യുന്നവനാണെങ്കിലും, അതല്ലാതെ സാധാരണ മാനുവൽ ലേബറുകൾ അത് ചെയ്യുന്നവരാണെങ്കിലും ഒന്നിച്ച് പരസ്പര വിരോധമില്ലാതെ നാം മുന്നോട്ട് പോകണം. സംഗച്ഛധ്വം സംവദധ്വം, നിങ്ങൾ സംവദിക്കുവിൻ. സംവദിക്കുക. എന്താണ് സംവദിക്കുക എന്ന് പറഞ്ഞാല്? പരസ്പരം നമ്മൾ ആശയവിനിമയം ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം? ആശയവിനിമയം ചെയ്യണം. ഓരോരുത്തരുടെയും ആശയവിനിമയം ഇല്ലാണ്ട് വരുമ്പോഴാണ് നമുക്ക് എന്തിനകത്ത് പലപ്പോഴും തെറ്റിദ്ധാരണകൾ ഉണ്ടാവുന്നത്, ഒരാൾ മറ്റൊരാൾക്ക് എതിരായിട്ട് നീങ്ങുന്നത്. അതില്ലാതെ നിങ്ങൾ എന്ത് ചെയ്യണം? സൗഹാർദ്ദപൂർണമായി നിങ്ങൾ ആശയവിനിമയം ചെയ്യണം. സംവോമനാംസി ജാനതാം, നിങ്ങളുടെ മനസ്സുകളെല്ലാം നന്നായി പരസ്പരം അറിയപ്പെടട്ടെ. നമ്മുടെ ഇംഗിതങ്ങൾ, നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ താല്പര്യങ്ങൾ പരസ്പരം അറിയുക. സമൂഹത്തിൽ എല്ലാവരും അറിയുക. അങ്ങനെ അറിഞ്ഞാൽ എന്താണ്? ആ അറിവ് എന്തിലേക്ക് നയിക്കും? നന്മയിലേക്ക് നയിക്കും, പരസ്പര ധാരണയിലേക്ക് നയിക്കും. സംവോമനാംസി ജാനത. ഇനി പറയുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്താണത്? നമ്മൾ സമ്പത്തിന്റെ വിനിമയത്തെ പറ്റി പറഞ്ഞു. ആർക്കൊക്കെ എത്രയൊക്കെ സമ്പത്ത് കൊടുക്കണം, എത്ര കൂലി കൊടുക്കണം, എത്ര ശമ്പളം കൊടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ വേദം പറയുന്നത് ഇതല്ല.
വേദം പറയുന്ന എത്ര ഉദാത്തമായ ഒരു ഭാവമാണ് വേദം പറയുന്നത് നോക്കാം. എന്താണ് പറയുന്നത്? ദേവാഭാഗം യഥാ പൂർവേ സംജാനാന ഉപാസതേ. നാം സമ്പത്തിന്, എല്ലാവരും ജോലി ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സമ്പത്താണ് അല്ലെ? കർഷകൻ ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സമ്പത്താണ്, കച്ചവടം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സമ്പത്താണ്. നമ്മൾ ഓരോരുത്തരും എന്താണ് ബുദ്ധിപരമായിട്ടാണ് അധ്യാപനം ചെയ്യുന്നത്. അധ്യാപനം ചെയ്യുമ്പോഴും എന്താണ് ഉണ്ടാകുന്നത്? അതിലൂടെ നമ്മുടെ കുട്ടികൾ പഠിച്ചു വരുന്നു, അതിനനുസൃതമായിട്ടുള്ള ജോലികളിൽ അവർ വ്യാപൃതരാകുന്നു, സമ്പത്തുണ്ടാകുന്നു. ഇതൊക്കെ ഉണ്ടായാലും സമ്പത്ത് നമുക്ക് ആരും തരികയല്ല. ദേവാഹ പൂർവേ യഥാ, എങ്ങനെയാണോ പൂർവികരായിട്ടുള്ള ദേവന്മാർ, ദേവാഭാഗം യഥാ പൂർവേ സംജാനാനാഹ ഉപാസത, ഓരോരുത്തരും അറിയുന്നവരായി താൻ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്, ഈ സമൂഹത്തിൽ തൻ്റെ നിലപാട് എന്താണ്, താൻ ചെയ്യുന്ന തൻ്റെ സ്ഥാനം എന്താണ് എന്ന് മനസ്സിലാക്കി ഓരോരുത്തരും അവനവന് അർഹമായ സമ്പത്തിനെ എടുക്കണം. എത്ര ഉദാത്തമാണെന്ന് നോക്കൂ. അപ്പൊ എന്ത് വേണ്ട? നമ്മൾ എന്തുപോലെയാണ് ദേവന്മാർക്കായി നാം പല നിയോഗങ്ങളോടുകൂടി പല ദേവന്മാർക്കായി നമ്മൾ ഹവിസ്സുകൾ സമർപ്പിക്കുന്നു. യജ്ഞങ്ങളിൽ ഏതെല്ലാം ദേവന്മാർക്കായി നമ്മൾ ഹവിസ്സുകൾ സമർപ്പിച്ചാലും ആ ദേവന്മാർ തങ്ങൾക്ക് അർഹമായ ഭാഗം മാത്രം സ്വീകരിക്കുന്നത് പോലെ നിങ്ങൾക്ക് അർഹമായതിനെ മാത്രം സ്വീകരിക്കൂ. ഓരോരുത്തരും അർഹമായി സ്വീകരിച്ചാൽ എന്താണ്? അർഹമായത് മാത്രം സ്വീകരിച്ചാൽ എന്താണ്? എല്ലാവർക്കും അവരവർക്ക് അർഹമായ സമ്പത്ത് ലഭിക്കും. അപ്പൊ എന്തുണ്ടാവില്ല? കുറെ പേര് കൂടുതൽ സമ്പന്നന്മാരാവുകയും കുറെ പേര് നിസ്സന്മാര് ദരിദ്രന്മാരായി തീരുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. എത്ര ഉയർന്ന ഒരു സമ്പദ് വിനിമയമാണ് വേദം പറയുന്നത് എന്ന് നോക്കുക. അപ്പോ സമ്പത്തിനായി ആദ്യം പ്രാർത്ഥിച്ചു. ആ സമ്പത്ത് എന്ത് വേണം? നാം ഓരോരുത്തരും നമ്മളുടെ അർഹതയ്ക്ക് അനുസൃതമായ വിധത്തിൽ ആ സമ്പത്തിനെ നമ്മൾ എടുക്കണം. നമ്മൾ ഒരിക്കലും അലസരായിരിക്കാൻ പാടില്ല. നമ്മുടെ യജ്ഞങ്ങൾ നമ്മൾ അനുഷ്ഠിച്ചുകൊണ്ടേ ഇരിക്കണം. പിന്നെ മൂന്നാമത്തേതിൽ പറയാണ് സമാനോ മന്ത്ര സമിതി സമാനി സമാനം മനഃസഹ ചിത്തമേഷാം സമാനം മന്ത്രം അഭിമന്ത്രയേവ സമാനേനവോ അഭിഷാജുഹോമി. എന്താണ്? സമാനോ മന്ത്ര, നിങ്ങളുടെ മന്ത്രണങ്ങൾ സമാനങ്ങളായിരിക്കട്ടെ. നിങ്ങൾ മന്ത്രിക്കുന്നത് സമാനമാകണം എന്ന് പറഞ്ഞാൽ എന്താണ്? മന്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? മനനം ചെയ്യുന്നവനെ ത്രാണം ചെയ്യുന്നതാണ് മന്ത്രം. ത്രാണം ചെയ്യുക എന്ന് പറഞ്ഞാൽ രക്ഷിക്കുക. അപ്പോ നമ്മൾ എന്തിനെ ധ്യാനിക്കുന്നു, ആ ധ്യാനിക്കുന്നത് നമ്മളെ രക്ഷിക്കും. അങ്ങനെയാണ് മന്ത്രമായിട്ട് വരുന്നത്. വാസ്തവത്തിൽ ഓരോ അക്ഷരവും മന്ത്രമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അമന്ത്രം അക്ഷരം നാസ്തി, നാസ്തി തൃണം അനൗഷധം, അയോഗ്യ പുരുഷോ നാസ്തി, യോജകസ്തത്ര ദുർലഭ. മന്ത്രമല്ലാതെ ഒരക്ഷരവും. പണ്ട് ഈ പ്രജാപതിയെ കാണാനായിട്ട് മനുഷ്യരും ദേവന്മാരും പിന്നെ ആരാണ് അസുരന്മാരും കൂടെ പോയിത്രേ. ചെന്ന് കണ്ടപ്പോ എല്ലാവരോടും പ്രജാപതി പറഞ്ഞു ദ എന്ന് പറഞ്ഞു. ദ എന്ന ഉപദേശമാണ് മനുഷ്യന് കൊടുത്തത്. മനുഷ്യൻ അതിനെപ്പറ്റി ആലോചിച്ചു, എന്താണ് നമുക്ക് ദ എന്നുള്ള അക്ഷരം തന്നതിന് കാരണം. വളരെ ആലോചിച്ചപ്പോ അവർക്ക് മനസ്സിലായി, മനുഷ്യൻ എപ്പോഴും ഇങ്ങോട്ട് വാങ്ങുകയാണ് ചെയ്യുക, അങ്ങോട്ട് കൊടുക്കൽ വളരെ കുറവാണ്. അതുകൊണ്ട് മനുഷ്യൻ കൊടുക്കാൻ പഠിക്കണം. ദത്ത, കൊടുക്കുക. കൊടുക്കാൻ പഠിച്ചാൽ മനുഷ്യൻ എന്തായി തീർന്നു? മനുഷ്യൻ നല്ലവനായി. മനുഷ്യന് പിന്നെ കുറവുകളൊന്നും ഇല്ല. നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും ഈ പ്രപഞ്ചത്തിന്, നമ്മുടെ സമൂഹത്തിന് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? അത് നമ്മൾ കൊടുക്കുക. അങ്ങനെ കൊടുക്കാൻ പഠിച്ച, അതാണ് തേന ത്യക്തേന ഭുഞ്ചീതാഹ. എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് നമ്മൾ. അപ്പൊ ദത്ത, ദാനം ചെയ്യുക
എന്നതാണ് മനുഷ്യർക്ക് കൊടുത്ത സന്ദേശം എന്ന് അവർ മനസ്സിലാക്കി. ദാനം ചെയ്യാൻ പഠിച്ചാൽ നമ്മൾ വലിയവരായി, നല്ലവരായി. ഇനി അസുരന്മാരെന്ത് വിചാരിച്ചു? എന്താണ് നമ്മളോട് ദ എന്ന് പറഞ്ഞത്? അവർക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായി. നമുക്ക് ദയയില്ല. ദയയുണ്ടായാൽ നമ്മൾ ആരായി? നമ്മൾ വലിയവരായി, കറതീർന്നവരായി മാറി. ദയധ്വം, ദയ കാണിക്കുക. അസുരന്മാർ ശക്തന്മാരാണ്. അവർക്ക് ഒരുപാട് ഗുണങ്ങളുള്ളവരാണ് അസുരന്മാര്. അസുരന്മാര് തിന്മകളുടെ മാത്രം കൂടാരങ്ങളാണെന്നൊന്നും വിചാരിക്കരുത്. പാലാഴി മഥനം ചെയ്തപ്പോ ആദ്യമേ തന്നെ ഉണ്ടായതൊന്നും അവർ സ്വീകരിച്ചില്ല. അവർ ഒരു ലക്ഷ്യത്തിന് വേണ്ടി നിന്നു, അമൃതിന് വേണ്ടിയിട്ട്. ആ അമൃതല്ലാതെ വേറെ ഒന്നും അവർ സ്വീകരിക്കാതിരുന്നവരാണ്. ആദ്യം സുരയുണ്ടായി. സുര എന്ന് പറഞ്ഞാൽ മദ്യമാണ്. മദ്യത്തെ അസുരന്മാർ തൊട്ടില്ല അവര്. അതുകൊണ്ട് സുരയെ പരിഗ്രഹിക്കാത്തത് കൊണ്ടാണ് അവരെ അസുരന്മാർ എന്ന് പറയുന്നത്. സുരയെ പരിഗ്രഹിക്കാത്തത്, സ്വീകരിക്കാത്തത് കൊണ്ട്. അപ്പൊ കുറെ ഗുണങ്ങളുള്ളവരാണ്. നമുക്ക് മാവേലിയൊക്കെ അറിയാം. മാവേലി ആരായിരുന്നു? അസുര ചക്രവർത്തിയായിരുന്നു. വളരെ ഗുണങ്ങളുള്ളവരാണ് അസുരന്മാരെ. അതിരിക്കട്ടെ. അപ്പൊ അവർക്ക് എന്ത് വേണം? ദയ വേണം. ദയധ്വം. പിന്നെ എന്താണ്? ദേവന്മാർ വിചാരിച്ചു നമ്മളോട് എന്താണ് ദ എന്ന് പറഞ്ഞത്? വീണ്ടും വീണ്ടും ചിന്തിക്കുകയാണ്. ചിന്തിച്ചു കഴിഞ്ഞപ്പോ എന്തുണ്ടായി? അവർക്ക് മനസ്സിലായി ദാമ്യത. ദാമ്യത എന്ന് പറഞ്ഞാൽ എന്താണ്? ദമനം ചെയ്യാം, അടക്കമില്ല. ദേവന്മാർക്ക് എന്തില്ല? അടക്കമില്ല. അവർക്ക് എന്ത് തോന്നിയാലും ഉടൻ തന്നെ അത് നേടാൻ വേണ്ടി അവർ മഹാവിഷ്ണുവിനെയോ അല്ലെങ്കിൽ ശിവനെയോ ബ്രഹ്മാവിനെയോ ആരെയാന്ന് വെച്ചാൽ പോയി കണ്ടിട്ട് അവര് അവരുടെ ലക്ഷ്യങ്ങൾ നേടും. അപ്പൊ അതല്ല, കുറെയൊക്കെ അടക്കം ചെയ്യാനും പഠിക്കണം. അപ്പൊ ഒറ്റ ദ എന്നുള്ളതിനെ കുറിച്ചാണ് ചിന്തിച്ചത്. ഓരോരുത്തർക്കും എന്ത് കിട്ടി? അവരവരെ രക്ഷിക്കാനുള്ള ഉപദേശം കിട്ടി. അതാണ് പറയുന്നത്, മനനം ചെയ്യുന്നവനെ ത്രാണം ചെയ്യുന്നവനാണ് മന്ത്രം. അപ്പൊ മനുഷ്യർക്കും ദേവന്മാർക്കും അസുരന്മാർക്കുമുള്ള രക്ഷണോപായം കിട്ടി. ദത്ത, ദയധ്വം, ദാമ്യത എന്ന്. അപ്പോ അങ്ങനെയുള്ള ഈ മന്ത്രം, നിങ്ങളുടെ മന്ത്രണങ്ങൾ, നിങ്ങൾ എന്തിനെ ചിന്തിക്കുന്നു, എന്തിനെ നിങ്ങൾ ധ്യാനിക്കുന്നു, അതെന്താകട്ടെ, അത് സമാനമായിരിക്കട്ടെ. ഒരേപോലെയുള്ളത്. എൻ്റെ ചിന്താഗതികൾ എൻ്റെ അയൽവക്കക്കാരനും അറിഞ്ഞോട്ടെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പൊതുവായ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാകട്ടെ നിങ്ങളുടെ ചിന്തകൾ. സമാനോ മന്ത്ര സമിതി സമാനി. നിങ്ങളുടെ സമിതികൾ സമാനങ്ങളായിരിക്കട്ടെ. എന്താണ് സമിതി എന്ന് പറഞ്ഞാല്? കൂട്ടം കൂടൽ. നിങ്ങൾ കൂടിച്ചേരുന്നതെല്ലാം സമാനങ്ങളായിരിക്കട്ടെ, ഒരേ ലക്ഷ്യങ്ങളോടെ ആയിരിക്കട്ടെ, എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാകട്ടെ നിങ്ങൾ കൂട്ടുകൂടുന്നത്, കൂട്ടുചേരുന്നത്. അല്ലാതെ എന്തിനാകാൻ പാടില്ല? കുറെ പേര് കൂടി വേറെ കുറെ പേരെ ഉപദ്രവിക്കാനാകാൻ പാടില്ല. അതാണ് സമിതി. സമാനോ മന്ത്ര സമിതി സമാനം മനസ്സഹ ചിത്തമേഷാം. നിങ്ങളുടെ ചിത്തങ്ങൾ എന്തായിരിക്കണം? സമാനങ്ങളായിരിക്കട്ടെ. ചിത്തം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്നത്, അത് എന്താവണം? ഒരേപോലെയുള്ള ചിന്തകൾ നിങ്ങളെ നയിക്കട്ടെ എന്നാണ്. എന്നിട്ട് എന്ത് വേണം? മനസ്സഹ ചിത്തമേഷാം സമാനം മന്ത്രം അഭിമന്ത്രയേ സമാനേനവോ ഹവിഷ ജുഹോമി. സമാനം മന്ത്രം അഭിമന്ത്രയേ. എന്താ ഇതിനർത്ഥം? നിങ്ങളുടെ മന്ത്രണങ്ങൾക്ക് സമാനമായ മന്ത്രണമാണ് ഞാനും ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ മന്ത്രണത്തിന് സമാനം എൻ്റെ മന്ത്രണം. നമ്മളൊക്കെ പലപ്പോഴും ആളുകൾ പ്രാർത്ഥിക്കാറുണ്ട്. പലരും പ്രാർത്ഥിക്കുമ്പോ അവനവന് നന്മ വരണം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് മറ്റൊരാൾക്ക് എന്ത് വരണം? അവന്റെ പദ്ധതികൾ നടക്കാതെ പോകണം എന്ന് വരെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ശത്രുസംഹാരം പൂജ ചെയ്യാനായിട്ട് തിരുമേനിയുടെ കയ്യിൽ കൊണ്ടുപോയിട്ട് ദക്ഷിണ കൊടുക്കും. എന്നിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? ഒരാളെ നശിപ്പിക്കണം എന്നാവും നമ്മൾ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവുക. അയാൾക്ക് ഒന്നും പറ്റില്ല. ഇനി തിരുമേനി അത് ചെയ്തില്ലേ, പൂജ ചെയ്തില്ലേ എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. ശത്രു സംഹാരം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശത്രു നമ്മളിൽ തന്നെയാണ്. നമ്മളുടെ മനോഭാവങ്ങളാണ് നമ്മളെ എന്താക്കി തീർക്കുന്നത്? മറ്റൊരാളെ ശത്രുവായി കാണുന്നവരാക്കി മാറ്റുന്നത്.
അപ്പോ ആ ശത്രുത ഉണ്ടാക്കുന്ന നമ്മുടെ മനോഭാവമാണ് മാറേണ്ടത്. അതാണ് നമ്മുടെ സംസ്കാരം, ഭാരതീയ സംസ്കാരം. അപ്പോ ഒരാൾ നമുക്ക് ശത്രുവാണെങ്കിൽ അതിന്റെ കാരണം ആരാണ്? നമ്മളാണ് അതിന്റെ കാരണം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മന്ത്രണങ്ങളെല്ലാം സമാനമായിരിക്കട്ടെ. തീർന്നില്ല. സമാനേനവോ ഹവിഷ ജുഹോമി. ഇതാണ് നമ്മുടെ പാരമ്പര്യത്തിന്, നമ്മുടെ സംസ്കാരത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള എല്ലാ ആക്ഷേപങ്ങൾക്കും മറുപടി ഈ ഒരു ഒറ്റ മന്ത്രത്തിലുണ്ട്. എന്താണത്? സമാനേനവോ ഹവിഷ ജുഹോമി. എന്താണ് അർത്ഥം? അപ്പൊ നിങ്ങളുടെ മന്ത്രണങ്ങളൊക്കെ ഒന്നായിരിക്കണം. എന്റെ മന്ത്രണവും നിങ്ങളുടെ മന്ത്രണവും ഒന്ന്. അപ്പൊ അതെന്താണ്? വിശ്വസാഹോദര്യത്തിന് വേണ്ടി, വിശ്വസമാധാനത്തിന് വേണ്ടി, ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് നമ്മളുടെ ആശംസകൾ സഫലമാകത്തക്ക വിധത്തിൽ എല്ലാവർക്കും മംഗളമുണ്ടാകുന്നതിനുള്ള മന്ത്രണങ്ങളാണ് നമ്മളുടേത്. അതാണ് സമാനമായ മന്ത്രം. പിന്നെ എന്താണ്? സമാനേനവോ ഹവിഷ ജുഹോമി. വഹ എന്നുള്ളതിന് നിങ്ങളുടെ എന്നാണ് അല്ലെ? നഹ, നഹ എന്ന് പറഞ്ഞാല് നമ്മുടെ, അല്ലെ? നമ്മൾ നേരത്തെ തുടക്കത്തിൽ തന്നെ ഒരു മംഗളം ചെയ്തു, അല്ലെ? മംഗളമായിട്ട് ഒരു മന്ത്രം നമ്മൾ പറഞ്ഞു. എന്താണത്? സഹ നൗ അവതു, സഹ നൗ ഭുനക്തു, സഹ വീര്യം കരവാവഹൈ, അല്ലെ? തേജസ്വി നൗ അധീതമസ്തു. അതാണ് നാവധീതമസ്തു. തേജസ്വി നൗ അധീതം അസ്തു മാ വിദ്വിഷാവഹൈ എന്ന് പറഞ്ഞു. എന്താണ്? സഹ നൗ അവധു. സഹ നൗ, നൗ എന്ന് പറഞ്ഞാൽ നമ്മെ രണ്ടുപേരെയും, ഗുരുവിനെയും ശിഷ്യനെയും. ഗുരു ഓരോ ശിഷ്യനും ആയിട്ട് മുഖാമുഖമായിട്ടാണ് ഗുരുവിരിക്കുന്നത്. അതുകൊണ്ടാണ് നൗ എന്ന് ദിവചനം പ്രയോഗിച്ചത്. സഹ നൗ അവധു, സഹ നാവധു, സഹ നൗ നമ്മെ രണ്ടുപേരെയും ഒന്നിച്ച് എന്ത് ചെയ്യട്ടെ? പരിപോഷിപ്പിക്കട്ടെ എന്നൊക്കെ പറയുന്നതാണ്. അപ്പോ നൗ ഇവിടെ എന്താണ്? നമ്മളുടെ എന്താണ്? സമാനേന വഹ, വഹ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ, അല്ലെ? നഹ നമ്മളുടെ. നൗ എന്നുള്ള ദിവചനമാണ് അതിന്റെ. ആ നൗ എന്നുള്ളതിന്റെ, അതായത് അസ്മത് ശബ്ദം നമ്മൾ ചേരുമ്പോ നൗ അസ്മാൻ നഹ. അപ്പൊ നൗ ദിവചനം, നമ്മെ രണ്ടുപേരെയും. നഹ എന്ന് പറഞ്ഞാൽ നമ്മെ എല്ലാവരെയും. യുഷ്മത് ശബ്ദത്തിലേക്ക് വരുമ്പോ എന്തായി തീർന്നു? തവ തേ യുവയോഹോ വാ യുഷ്മാകം നിങ്ങളുടെ എന്നർത്ഥം. നിങ്ങളുടെ എന്താണെന്നാണ് പറയുന്നത്? നിങ്ങളുടെ മന്ത്രണത്തിന് സമാനമായ മന്ത്രണം ഞാനും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അതിനേക്കാൾ പ്രധാനപ്പെട്ടതായ ആശയമാണ് പറയുന്നത്. സമാനേന വോ എന്നുള്ളത് വഹ ഹവിഷ ജുഹോമി. നിങ്ങളുടെ ഹവിസ്സിന് സമാനമായ ഹവിസ് കൊണ്ട് ഞാനും ഹവനം ചെയ്യുന്നു. നിസ്സാരമല്ല ഈ മന്ത്രത്തിന്റെ അർത്ഥതലം. അതിവിപുലമായ, അത്യന്തം മഹത്വമാണ് ഒരു ആശയതലം ഈ മന്ത്രത്തിന് ഉണ്ട്. നിങ്ങൾ സമർപ്പിക്കുന്ന ഹവിസ്സിന് സമാനമായ ഹവിസ്സാണ് ഞാനും സമർപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരൊക്കെയുണ്ട്? ഇവിടെ ബ്രാഹ്മണന്മാരുണ്ട്, ഇവിടെ ക്ഷത്രിയന്മാരുണ്ട്, ഇവിടെ വൈശ്യന്മാരുണ്ട്, ഇവിടെ ശൂദ്രന്മാരുണ്ട്, ഇവരൊക്കെ ഇവിടെ ചണ്ടാലന്മാരുണ്ട്. ഇവരുടെയൊക്കെ ഹവിസ്സിന് സമാനമായ ഹവിസ്സാണ് ഞാനും സമർപ്പിക്കുന്നത്. അപ്പോ ഈ ലോക ജീവിതം തന്നെ നമ്മളുടെ ഒരു യജ്ഞമാണ്. ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എന്താണ്? അത് യജ്ഞമാണ്. നമ്മുടെ പ്രയത്നം നമ്മൾ എന്ത് ചെയ്യുന്നു? ദേവന്മാർക്കായുള്ള ആഹുതി സമർപ്പിക്കാനുള്ള അഗ്നിയിൽ സമർപ്പിക്കുകയാണ്. പൂജയിൽ ഒരു വേദം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക. അധ്യയനവും എന്താണ്? അധ്യാപനവും. യാഗം ചെയ്യുകയും യാഗം ചെയ്യിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ ദാനം ചെയ്യുകയും ദാനം സ്വീകരിക്കുകയും. ഈ 6 കർമ്മങ്ങളും ചെയ്യുന്ന ബ്രാഹ്മണൻ എന്താണ് ചെയ്യുന്നത്? തന്റെ ജീവിതമാകുന്ന യജ്ഞം,
അതിനെന്ത് ചെയ്യാണ്? അതിൽ ഹവിസ് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് ദേവന്മാർക്കായി. ആ അധ്യാപനം നമ്മൾ സമർപ്പിക്കുകയാണ്. നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ടാവും, കായേന വാച മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായ സമർപ്പയാമി. നാരായണനായി ഞാൻ സമർപ്പിക്കും. ഞാൻ എന്തെല്ലാം ചെയ്യുന്നു അതെല്ലാം പരമപുരുഷനായ നാരായണനായി ഞാൻ സമർപ്പിക്കുന്നു. ഈ സമർപ്പിക്കലാണ് നമ്മുടെ ഹവിസിന്റെ അർപ്പണം, ഹവിരർപ്പണമാണ്. അപ്പൊ ബ്രാഹ്മണൻ ചെയ്യുന്നതെല്ലാം ബ്രാഹ്മണന്റെ ഹവിസാണ് അർപ്പിക്കുന്നത്. ബ്രാഹ്മണൻ അർപ്പിക്കുന്ന അതേ ഹവിസാണ് രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി എന്താ അത്യന്തം പ്രതികൂലങ്ങളായ സാഹചര്യങ്ങളെ സഹിച്ചുകൊണ്ട്, അല്ലെ, നമ്മുടെ ഭാരതത്തിന്റെ ഓരോ അതിർത്തിയിലൊക്കെ നിൽക്കുന്ന ജവാന്മാർ സ്വന്തം പ്രാണനെ പോലും അവഗണിച്ചുകൊണ്ട്, അല്ലെ, -ഡിഗ്രിയിലാണ് പലയിടത്തും ഊഷ്മാവ്, അന്തരീക്ഷ ഊഷ്മാവ്, അതൊക്കെ സഹിച്ചുകൊണ്ട് കൊടും തണുപ്പും ചൂടും എല്ലാം സഹിച്ചുകൊണ്ട്, ഏത് പ്രതികൂലതകളെയും സഹിച്ചുകൊണ്ട്, ഒരു വിധത്തിലുള്ള ജീവിത സൗകര്യം പോലും ഇല്ലാത്ത സ്ഥലങ്ങളിൽ അവരെന്ത് ചെയ്യാണ്? രാജ്യരക്ഷയ്ക്ക് വേണ്ടി ഉണർന്നു നിൽക്കുന്ന നമ്മുടെ ജവാന്മാർ ക്ഷതങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള യജ്ഞമാണ് ചെയ്യുന്നത്. ക്ഷതാത് ത്രായതേ ഇത് ക്ഷത്രിയ. ക്ഷതങ്ങളിൽ നിന്ന് ത്രാണം ചെയ്യുന്നവരാണ് ക്ഷത്രിയൻ. ഇവിടെ ബ്രാഹ്മണൻ വേദം പഠിക്കുകയും പഠിപ്പിക്കുകയും പൂജ ചെയ്യുകയും മറ്റും ചെയ്യുന്നു. അതേ മെറിറ്റാണ് ഇതിനുള്ളത്. തന്റെ പ്രാണനെ അവഗണിച്ചുകൊണ്ട് രാജ്യരക്ഷ ചെയ്യുന്നവന് എന്തായി തീർന്നു? രണ്ടു വിധത്തിലാണ് യജ്ഞം സമർപ്പിക്കുന്നത്, ഹവിസ് സമർപ്പിക്കുന്നത്. രണ്ടുപേരും ചെയ്യുന്ന ഹവിസ് ഒന്നാണ്. ഒരു യജ്ഞത്തിൽ ഇതെല്ലാം സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി വൈശ്യൻ എന്ത് ചെയ്യുന്നു? തന്റെ സുഖങ്ങളൊന്നും നോക്കാതെ, അല്ലെ, പ്രതികൂല സാഹചര്യങ്ങളെ അവഗണിച്ചുകൊണ്ട്, നമ്മൾ കണ്ടിട്ടില്ല നല്ല കർഷകന്മാരെ പലരുടെ ചിലരൊക്കെ കെട്ടി നിർത്തിയിട്ടായിരിക്കും കൃഷി ചെയ്തിട്ടുണ്ടാവുക. നല്ല മഴ വരുമ്പോൾ എന്തുണ്ടാവും? ചിലപ്പോൾ അവിടെ കെട്ടുപൊട്ടുകയൊക്കെ ചെയ്യും, അല്ലെ, പാതയാണ് നേരത്തെ എന്തൊന്നുമില്ല, വെളിച്ചുകൊണ്ട് ഉറക്കം കളഞ്ഞുകൊണ്ട് അതിനായിട്ട് പോവുകയാണ് അവരെ. എന്തിനാണ്? നമ്മുടെ രാജ്യത്തിന് വേണ്ടി, അന്നം ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടി. സ്വന്തം സുഖം ഒന്നും നോക്കുന്നില്ല, ത്യാഗം സഹിച്ചുകൊണ്ട് ചെയ്യുക. അതുപോലെ ഉത്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനുള്ള കച്ചവടവും ഒക്കെ ചെയ്യും. അവിടെയും രാജ്യത്തിന്റെ ഭക്ഷ്യ സുരക്ഷയാണ്, സാമ്പത്തിക സുരക്ഷയാണ് അയാളുടെ മുന്നിലുള്ളത്. അപ്പോൾ എന്താണ്? അവിടെയും അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? ഹവിസിനെ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ മൂന്ന് കൂട്ടരും സമർപ്പിക്കുന്നത് ഒരേ ഹവിസാണ്. മൂന്നിന്റെയും വില ഒന്നാണ്. എന്താണ്? രാജ്യത്തിന്റെ സുരക്ഷയാണ്. ഇനി ഒരാൾ ഈ മൂന്ന് കൂട്ടരും ചെയ്തതിന്റെ ബാക്കി കാര്യങ്ങൾ പൂരിപ്പിക്കുക, പൂരണം ചെയ്യുക, ദാസനെ പൂരിപ്പിക്കുന്നു. അതിനെ പൂരിപ്പിക്കുന്നവരാണ് ദാസന്മാർ. ഇവർക്കുള്ള അവർക്ക് അവരുടെ പ്രാഗൽഭ്യം, പ്രാവീണ്യം വേണ്ട പ്രവൃത്തികൾ മാത്രം അവർ ചെയ്യുക. ബാക്കി കാര്യങ്ങൾ അവർ ചെയ്ത് കൊടുക്കാനുള്ള ആളുകളെയാണ് ദാസന്മാർ എന്ന് പറയുന്നത്. അവരാണ് ആര്? ശൂദ്രന്മാരായിരിക്കുന്നത്. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? അപ്പോ രാജ്യരക്ഷ ചെയ്യുന്ന ക്ഷത്രിയന് വേണ്ടി അവന്റെ നിലം ഉഴുകയും അവന്റെ പശുവിനെ കുളിപ്പിക്കുകയും അവന് വേണ്ടി പാടത്ത് പണിയെടുക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾ എന്താണ് ചെയ്യുന്നത്? ആ ക്ഷത്രിയന്റെ കർമ്മം തന്നെ ഇവന് ചെയ്യുന്നു. നമ്മൾ കേട്ടിട്ടുണ്ടാവും, നമുക്ക് വേറെ നമുക്ക് പരിചിതമായിട്ടുള്ളൂ. നമ്മൾ പറയാറുണ്ട് കള്ളന് കഞ്ഞി വെച്ചവരെന്ന് നമ്മൾ പറയാറ്. കള്ളന് കഞ്ഞി വെച്ചതെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇവൻ കക്കാൻ പോയില്ല, പക്ഷെ കള്ളന് വേണ്ടി കഞ്ഞി വെച്ചു. കള്ളന് കഞ്ഞി വെച്ചു എന്ന് പറയുന്ന അർത്ഥം എന്താണ്? ആ കളവും ആ മോഷണത്തിൽ ഇവൻ പങ്കാളിയായിരുന്നല്ലേ അതിന്റെ അർത്ഥം. അതേ തത്വം നമ്മൾ ഇവിടേക്ക് എന്ത് ചെയ്താൽ മതി? നമ്മളിവിടെ അപ്ലൈ ചെയ്താൽ മതി. അപ്പോ എന്താണ്? ബ്രാഹ്മണനെ സഹായിക്കുന്ന എന്ത് ചെയ്യുന്നു? ബ്രാഹ്മണന്റെ കർമ്മത്തിൽ പങ്കാളിയാകുന്നു. ക്ഷത്രിയനെ സഹായിക്കുന്നവൻ ക്ഷത്രിയ കർമ്മത്തിൽ പങ്കാളിയാകുന്നു. വൈശ്യനെ സഹായിക്കുന്നവൻ വൈശ്യകർമ്മത്തിൽ പങ്കാളിയാകുന്നു. ശൂദ്രന്റെ കുട്ടിയെ പഠിപ്പിക്കുന്നവൻ ശൂദ്രന്റെ കർമ്മത്തിൽ പങ്കാളിയാകുന്നു. ശൂദ്രന്റെ കൃഷിയിടം സംരക്ഷിക്കുന്ന ക്ഷത്രിയൻ
ശൂദ്രന്റെ കർമ്മത്തിൽ പങ്കാളിയാകുന്നു. വൈശ്യന് വേണ്ടിയിട്ട് എന്താണ്? വൈശ്യന് വേണ്ടിയിട്ട് രാജ്യരക്ഷ ചെയ്യുന്നു. അവരുടെ സമ്പത്തിനും ഗവൺമെന്റ് നമുക്ക് നമ്മുടെ സമ്പത്തിനും പിന്നെ എന്തിനാണ്? അഭിമാനത്തിനും അല്ലെ ജീവനും. ജീവനും സ്വത്തിനും വേണ്ടിയാണ് നമ്മുടെ പറയുന്നത്. ജീവനും സ്വത്തിനും മാത്രമല്ല, പിന്നെ എന്താണ്? ജീവനും സ്വത്തിനും സർവോപരി അഭിമാനത്തിനും. അഭിമാനമില്ലാതെ നമുക്ക് ജീവിക്കും. അഭിമാനത്തിനും സംരക്ഷണം തരുന്നവരാണ് നമ്മുടെ ക്ഷത്രിയന്മാർ. അപ്പോ അവർ എന്ത് ചെയ്യുന്നു? ശൂദ്രനെയും രക്ഷിക്കുന്നുണ്ട്. അപ്പൊ ശൂദ്രന്റെ കർമ്മത്തിൽ അദ്ദേഹവും പങ്കാളികളാണ്. അപ്പോ നമ്മുടെ രാജ്യത്ത് എന്തെല്ലാം നടക്കും ആ എല്ലാ കാര്യങ്ങളിലും നമ്മൾ നമ്മുടെ കഴിവിനനുസരിച്ച് പങ്കാളിയാവുകയാണ് ചെയ്യും. ഒരു യജ്ഞത്തിൽ വേദമന്ത്രങ്ങൾ, ഋഗ്വേദ മന്ത്രങ്ങളിൽ ഉരുവിടുന്നവരായ ഋത്വിക്, യജുർവേദത്തിന്റെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ആരാണ്? യജുർവേദത്തിന്റെ പുരോഹിതൻ അല്ലെ? അവിടെ ഋത്വിക്കുണ്ട്, അദ്വൈതിയും യജുർവേദത്തിന്റെ അദ്വൈതി. അപ്പോ ഋത്വിക് ചെയ്യുന്ന പണിയല്ല അദ്വൈതി ചെയ്യുന്നത്, വേറെ പ്രവർത്തനം ചെയ്യുന്നത്. അതുപോലെ തന്നെ സാമവേദത്തിന്റെ ഗാനങ്ങൾ ഗാനം ചെയ്യുന്ന ഉദ്ഗാതാവ്. ഒരാൾ ഋത്വിക് ഒരു പണി ചെയ്യുന്നു, പിന്നെന്താണ്? അദ്വൈതി വേറെ ജോലി ചെയ്യുന്നു, ഉദ്ഗാതാവ് വേറെ ജോലി ചെയ്യുന്നു. അഥർവവേദത്തിന്റെ ബ്രഹ്മൻ അവരുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും വിധത്തിലുള്ള വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം പ്രായശ്ചിത്തം വിധിക്കുന്നവനായ ആരെ? അഥർവവേദി. ഇവർ 4 പേര് ചെയ്യുന്ന പ്രവൃത്തികൾ വേറെയാണെങ്കിലും 4 പേരും എന്താണ് ചെയ്യുന്നത്? യജ്ഞം പൂർത്തീകരിക്കുകയാണ് ചെയ്യുന്നത്. ആ യജ്ഞവേദിയിലേക്ക് അനഭിമതരായ ആളുകൾ, ശരീരങ്ങൾ കടന്നു വരാതെ അവിടെ ഗേറ്റിൽ പാറാവ് നിൽക്കുന്ന ആളും എന്താണ് ചെയ്യുന്നത്? ആ യജ്ഞം നിർബാധമായി നടത്തുവാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനുവേണ്ടി ആ യജ്ഞത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്നവനും അവർക്ക് ഭക്ഷണം കഴിക്കുന്ന പാത്രം കഴുകുന്ന ആളും യജ്ഞം പൂർത്തീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും വലിയ ആശയം. അപ്പൊ എന്താണ്? അവിടെ പാത്രം കഴുകുന്ന ആൾ, അവിടെ മുറ്റമടിക്കുന്ന ആളും, അവിടെ നേരെ ഹവിസിനെ സമർപ്പിക്കുന്ന, ആദ്യത്തെ സമർപ്പിക്കുന്ന പുരോഹിതനും എല്ലാവരും ചെയ്യുന്ന പ്രവൃത്തി യജ്ഞമെന്ന മഹത്തായ കർമ്മമാണ്. ഈ ആശയമാണ് സമാനേനവോ ഹവിഷ ജുഹോമി. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിയിലൂടെ ഈ മഹായജ്ഞത്തെ പൂർത്തീകരിക്കുന്നതിന് അവനവന്റെ ഹവിസുകൾ സമർപ്പിക്കുകയാണ്. തൊഴിലിന്റെ മഹത്വത്തെ ഇത്രയേറെ പ്രകീർത്തിച്ചിട്ടുള്ള ഒരു ദർശനം എവിടെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്? ആലോചിച്ചോ, എത്ര വലിയ ആൾ ചെയ്യുന്ന ആളും ഒരു IAS കാരനിൽ നിന്ന് ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് അയാളുടെ അറ്റൻഡറും ചെയ്യുന്നത്. കാരണം എന്താണ്? IAS കാരൻ ചെയ്യുന്ന പ്രവൃത്തി നിർബാധമാകാതിരിക്കാൻ ആണ് അദ്ദേഹത്തിന്റെ പരിചാരകൻ പ്രവർത്തിക്കുന്നത്. അപ്പൊ അദ്ദേഹം ഒരു പേപ്പർ വായിച്ചു നോക്കും, നമ്മുടെ ഒരു അപേക്ഷ അദ്ദേഹം വായിച്ചു നോക്കും. ആ സമയത്ത് അദ്ദേഹത്തിന് ചായ കൊണ്ടുവന്ന് കൊടുക്കുന്ന ആൾ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ പത്രം, നമ്മുടെ അപേക്ഷ നിർബാധമായി വായിക്കാനുള്ള സഹായമാണ് മറ്റൊരാൾ ചെയ്യുന്നത്. അദ്ദേഹത്തിന് അപ്പൊ അല്ലെങ്കിൽ ചായ കുടിക്കാൻ അദ്ദേഹം എഴുന്നേറ്റ് പോകണം, അത്ര നേരം പോകും. അത് പോകാതെ പരിചരിക്കുന്ന ആൾ അപ്പൊ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ അപേക്ഷ പരിഗണിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആരാണ് ആ പരിചാരകനും ചെയ്യുന്നത്? എന്താണ്? നമ്മുടെ ആവശ്യം നിറവേറ്റുന്നതിനുള്ള സാഹചര്യം ഒരുക്കുകയാണ് ചെയ്യുന്നത്. എത്ര വലിയ കാഴ്ചപ്പാടാണെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോ സമാനേനവോ അഭിഷാജുഹോമി, ഉച്ചനീചത്വങ്ങളില്ല, എല്ലാവരും ചെയ്യുന്നത് ഒന്നാണ്. പക്ഷെ ആർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു പരിചാരകന് ഒരു പക്ഷേ ഇത്രയും വിശദമായിട്ട് നിയമത്തെ വിശകലനം ചെയ്തിട്ട് ഒരാളുടെ അപേക്ഷയിൽ എന്ത് തീരുമാനമെടുക്കണമെന്ന് പറയാൻ ആ പരിചാരകന് ചിലപ്പോൾ പറ്റുമായിരിക്കില്ല. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്യാം? അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാം. അങ്ങ് അവിടെ ഇരിക്കൂ, അങ്ങ് ഇതാ പരിശോധിക്കൂ, അങ്ങയ്ക്ക് ബാധകളൊന്നുമില്ലാതെ ഞാൻ നോക്കാം, അല്ലേ? ഇതല്ലേ അവിടെ ചെയ്യുന്നത്. ഓരോരു നോക്കൂ, എത്ര വലിയ മന്ത്രമാണെന്ന് ആലോചിച്ചു. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്,
പല നാടുകളിലും എന്താണ് തൊഴിലിന്റെ മഹത്വം അവർ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. ഏത് പണി ചെയ്യുന്നവരും നല്ല എന്താണ് ശമ്പളം കിട്ടുന്നതിനൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ അവർക്ക് പോലും മാതൃകയാകത്തക്ക വിധത്തിലുള്ള ഏറ്റവും ഉദാത്തമായ ഈ ഭാവങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വേദങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു എന്ന സത്യം നാം മനസ്സിലാക്കുന്നിടത്ത് പരാജയപ്പെട്ടു പോകുന്നു. അതുകൊണ്ടാണ് നമ്മുടെ സംസ്കാരത്തിന് എതിരെ ഇത്രയേറെ ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നത്. അപ്പോ ഈ മന്ത്രം മറക്കാൻ പാടില്ല. സമാനോ മന്ത്ര സമിതി സമാനി സമാനം മന സഹചിത്തമേഷാം സമാനം മന്ത്രം അഭിമന്ത്രയേ വഹ സമാനേനവോ അഭിഷാജുഹു. ഒരു പരിചാരകൻ തന്റെ പ്രവൃത്തിയാകുന്ന യജ്ഞത്തിൽ തന്റെ അധ്വാനമാകുന്ന ഹവിസിനെ സമർപ്പിക്കുന്നു. ആ ഹവിസിന്റെ അതേ വിലയാണ് ബ്രാഹ്മണൻ സമർപ്പിക്കുന്ന തന്റെ അധ്യയനം, അധ്യാപനം മുതലായിട്ടുള്ള യജ്ഞകർമ്മങ്ങൾ മുതലായിട്ടുള്ളവയിലൂടെ അദ്ദേഹം സമർപ്പിക്കുന്ന ഹവിസിനുമുള്ളത്. അതേ വിലയാണ് രാജ്യരക്ഷ ചെയ്യുന്ന ആർക്ക് നമ്മുടെ ക്ഷത്രിയന്മാർ സമർപ്പിക്കുന്ന ഹവിസിനും. ഇവരൊക്കെ നമ്മൾ വല്ലാതെ ബഹുമാനിക്കുന്നുണ്ട്. നമ്മുടെ ആരെയാണ് ജവാന്മാരെയൊക്കെ നമ്മളെപ്പോഴും പറയും അല്ലേ, ജയ് ജവാൻ, ജയ് കിസാൻ, ജയ് ജവാൻ. അത് നമ്മൾ പറയുന്ന ആരാണ്? ജവാനെയാണ്, ഒരാളാണ് നമ്മൾ രക്ഷിക്കുന്നത്. പിന്നെ കിസാൻ ആർക്ക് വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടി അന്നമുണ്ടാക്കി എടുക്കുന്നു. അതില്ലാതെ നമുക്ക് പണിയെടുക്കാൻ പറ്റില്ല. അപ്പോ എല്ലാം അതിന് സമാനമാണ്. എത്ര ഉയർന്ന ഉദ്യോഗസ്ഥൻ ചെയ്യുന്നതിനും അതേ മെറിറ്റുള്ള അതിന് സമാനമായ എന്താണ് പ്രവൃത്തി തന്നെയാണ്, അതേ മഹത്വമുള്ള പ്രവൃത്തി തന്നെയാണ് ഏത് ചെറിയ ജോലി ചെയ്യുന്നവനും ചെയ്യുന്നത്. അപ്പോ നമ്മളൊക്കെ പറയാറുണ്ടല്ലേ തൊഴിലിന്റെ മഹത്വം. ഇന്ന് പലരും അവരുടെ പുതിയ ആശയങ്ങളായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അവരുടെ ഒന്നും ആശയങ്ങളല്ല ഇത്. നമ്മുടെ വേദങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. അതാണ് അപ്പൊ അതിലെ ഐകമത്യ സൂക്തം നമ്മൾ എവിടെയൊക്കെ ചൊല്ല? ഐകമത്യ സൂക്തം നമ്മുടെ പുണ്യാഹത്തിന്റെ മന്ത്രങ്ങളിൽ നമ്മൾ ചൊല്ലാറുണ്ട് ഐകമത്യ സൂക്തം. അതുപോലെ തന്നെ പിന്നെ ഇത് ചൊല്ലുന്ന ഒരു സ്ഥലം നമ്മുടെ അന്ത്യേഷ്ടിയിൽ. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ശവത്തെ നമ്മൾ സംസ്കരിക്കുന്നതിനായി കൊണ്ടുപോകുന്നതിന് മുൻപ് അവർ നമ്മളോട് ഈ മരിച്ചു പോകുന്ന ആൾ നമുക്ക് തരുന്ന മന്ത്രണമാണ് ഇത്. ഏത്? ഐകമത്യ സൂക്തം. നിങ്ങൾ ഏകമതികളായി ഐക്യത്തോടുകൂടി നിങ്ങൾ ജീവിക്കണം എന്നുള്ള മന്ത്രം. അപ്പോ ഇതിന് മൂന്നെണ്ണ. അപ്പോ എന്താണ്? ഐകമത്യം, ഒന്നായിട്ട് ജീവിക്കുക. അവിടെ എന്തുണ്ടാവില്ല? അവിടെ ഒരു കലഹം ഉണ്ടാവില്ല. അദ്ദേഹം ചെയ്യുന്നത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? കള്ളന് കഞ്ഞി വെച്ചത് എന്ന് പറഞ്ഞാൽ ആ ആശയം മാത്രം നമുക്ക് തിരിയും. എന്താണത്? ഒരാൾക്കൊക്കെ കള്ളന് കഞ്ഞി വെച്ചവരും എന്താണ് ചെയ്യുന്നത്? കളവിൽ പങ്കാളിയാവുകയാണ് അല്ലേ? ഇതിന്റെ ഒരു ശരിയായിട്ടുള്ള രൂപമാണ്. ഇതിനേക്കാൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വേദങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇനി അതിന്റെ നാലാമത്തെ മന്ത്രം എന്താണെന്ന് നോക്കാം. സമാനീവ ആകൂതിഹി സമാന ഹൃദയാനിവഹ സമാനം അസ്തുവോ മനു യഥാവസ്തു സഹാസതി. സമാനി വഹ ആകൂതിഹി. ആകൂതി എന്ന് പറഞ്ഞാൽ ലക്ഷ്യം എന്നാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങളെല്ലാം സമാനങ്ങളായിരിക്കട്ടെ. ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാം പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണ് നാം പ്രവർത്തിക്കേണ്ടത്. ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി എല്ലാവരും പ്രവർത്തിക്കുമ്പോൾ ആ ലക്ഷ്യം എന്തായിരിക്കും? ആ ലക്ഷ്യം ഏറ്റവും മഹത്തരമായിരിക്കും. മഹത്തരം എന്ന് പറഞ്ഞാൽ മഹത്തമം എന്ന അർത്ഥത്തിലാണ് നമ്മൾ മഹത്തരം എന്ന് പറയുന്നത്. സൂപ്പർലേറ്റീവിന്റെ അർത്ഥത്തിൽ നമ്മൾ കമ്പാരിറ്റീവ് പലയിടത്തും നമ്മൾ പ്രയോഗിക്കും അല്ലെ? പ്രേയസി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രിയതര എന്നാണ്. പ്രിയതരം, പ്രിയതമം. അതിന് പകരമാണ് പ്രിയം, പ്രേയസ്, പ്രേഷ്ഠം. പ്രിയതരം എന്നാണ് ഈ പ്രേയസ് എന്ന പദം. ഏറ്റവും പ്രിയമായത് പ്രേഷ്ഠം, ശ്രേഷ്ഠം, ജ്യേഷ്ഠൻ എന്നൊക്കെ ഉള്ളത് പോലെയുള്ള പദമാണ്. അപ്പൊ അത് നമ്മുടെ
കമ്പാരിറ്റീവ് ഡിഗ്രി പ്രേയസി എന്ന് പറഞ്ഞാൽ അർത്ഥം കൂടുതൽ പ്രിയപ്പെട്ടവരെന്നാണ് അർത്ഥം. അപ്പൊ പ്രേഷ്ഠയായിട്ട് വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കണ്ട, മറ്റെല്ലാവരെയും കൂടുതൽ പ്രിയപ്പെട്ടതെന്നാണ്. ആ അർത്ഥത്തിലാണ് നമ്മൾ എന്ന് പറയുന്നത്. എന്താണ്? ഒരു മഹത്തരമായ സന്ദേശം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? മറ്റെല്ലാ മഹത്തുക്കളെയും വലുത് എന്ന് പറയുമ്പോൾ സൂപ്പർലേറ്റീവിന്റെ അർത്ഥത്തിലാണ് നമ്മൾ അവിടെ മഹത്തരം എന്ന് കമ്പാരിറ്റീവ് ഡിഗ്രി പ്രയോഗിക്കുന്നത്. അപ്പോ മഹത്തരമായ ലക്ഷ്യമായിരിക്കണം. അങ്ങനെയാകുമ്പോഴാണ് എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ എന്താവുക? സമാനി വ ആകൂതിഹി, നിങ്ങളുടെ എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ സമാനങ്ങളാകട്ടെ. സമാന ഹൃദയാനിവഹ, നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങൾ സമാനങ്ങളാകട്ടെ. ഇങ്ങനെയാണ് ഹൃദയങ്ങൾ സമാനങ്ങളാകുക എന്ന് പറഞ്ഞാൽ. ഹൃദയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൃദയം എന്ന് പറയുമ്പോൾ അതിനൊരു വൈകാരികമായ അംശമുണ്ട്, ഇല്ലേ? നമ്മൾ സഹൃദയൻ, കാവ്യങ്ങളെ ശരിക്കും ആസ്വദിക്കാൻ കഴിയുന്നതിന് എന്താ പറയാ? സഹൃദയൻ, സമാനമായ ഹൃദയത്തോടു കൂടിയാണ്. കവി ആരാണ്? ക്രാന്തദർശിയാണ്. ഒരു വസ്തു നമ്മൾ കാണുമ്പോൾ, ഒരു വിഷയം നമ്മൾ കാണുമ്പോൾ അതിൽ നമ്മൾ കാണുന്നതിനപ്പുറമുള്ള കാര്യങ്ങൾ കാണുന്ന ആളാണ് ക്രാന്തദർശി. അതിക്രാന്തമായി നിൽക്കുന്ന കാര്യങ്ങളെ കാണുന്നവർ എന്നർത്ഥം. അപ്പൊ ക്രാന്തദർശികളായിട്ടുള്ള കവികളുടെ മനസ്സിൽ ഉണ്ടാകുന്ന അതേ ഭാവങ്ങളെ ആരുടെ മനസ്സിൽ, ആർക്ക് മനസ്സിൽ കാണാൻ കഴിയുമോ അവരാണ് സഹൃദയന്മാർ. അപ്പൊ അതിനൊരു വൈകാരികമായ അംശമുണ്ട്. അപ്പൊ എന്താണ്? നിങ്ങളുടെ ഹൃദയങ്ങൾ സമാനങ്ങളായിരിക്കട്ടെ എന്ന് പറഞ്ഞ എന്താർത്ഥം? നിങ്ങളുടെ വിചാര വികാരങ്ങൾ സമാനങ്ങളായിരിക്കട്ടെ. സമാനീവ ആകൂതിഹി സമാന ഹൃദയാനിവ സമാനം അസ്തുവോ മനഃ. മനസ്സെന്താണ്? ചിന്തനം ചെയ്യുന്നതിന്റെ ആ ഫാക്കൽറ്റിയാണ് മനസ്സ് എന്നുള്ളത്. അന്ധകരണങ്ങൾ 4 പറയാറില്ലേ? മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. അപ്പൊ ആ ചിത്തത്തിൽ എന്താണ്? മനസ്സ് ഏതാണ്? അതിലെ സംശയോ നിശ്ചയോ ഗർവ സ്മരണം വിഷയ. പലതിനെയും സംശയത്തോടു കൂടി വീക്ഷിക്കുന്നതാണ് എന്ന് ഈ പറയുന്നതായ മനസ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് സമാനമാവുക എന്ന് പറഞ്ഞാൽ അർത്ഥം നിങ്ങളെല്ലാവരും ഒന്നിനെ നോക്കി ഇതല്ല നേതി എന്ന് തള്ളിക്കളഞ്ഞു, മറ്റൊന്നാണോ സംശയിച്ചു അതല്ല. സത്യത്തെ അന്വേഷിക്കുമ്പോൾ നമ്മൾ ഓരോന്നിനെയും പലതിനെയും നമ്മൾ വികൽപ്പനം ചെയ്ത് നമ്മൾ ചിന്തിച്ച് അതല്ല എന്ന് കാണുമ്പോൾ, സത്യമല്ല എന്ന് കാണുമ്പോൾ തള്ളി തള്ളി കളയുന്നു. അപ്പൊ എന്താണ് സത്യാന്വേഷണം? അവിടെ നിങ്ങളുടെ ഓരോ അന്തർഗതങ്ങളും മനസ്സിന്റെ ഗതികളും എന്തായിരിക്കട്ടെ? സമാനമായിരിക്കട്ടെ. സമാനം അസ്തുവോ മനഃ, എങ്ങനെയാകണം, ഏത് വിധത്തിൽ മനസ്സ് സമാനമാകണം എന്ന്. യഥാവസ്സു സഹാസതി, എങ്ങനെയായാൽ നിങ്ങൾ എല്ലാവരും സുഷ്ടു സഹ ആസതി, സുഷ്ടു നന്നായിട്ട്, സഹ ഒന്നിച്ച്, ആസതി ഇരിക്കുന്നു. എങ്ങനെയായാൽ നിങ്ങളെല്ലാവരും എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള നമ്മൾ മാത്രം, ഈ കുറെ മനുഷ്യർ മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലുള്ള സമസ്ത ജീവജാലങ്ങളും സു സഹ ആസതി, നന്നായി ഒന്നിച്ച് സമാധാനപൂർണമായി സഹവർത്തിക്കുമോ ആ വിധത്തിൽ നിങ്ങളുടെ ചിന്തനങ്ങളും നിങ്ങളുടെ വികാരങ്ങളും നിങ്ങളുടെ ലക്ഷ്യങ്ങളും നിങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും ഒന്നായിരിക്കട്ടെ. ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി ആയിരിക്കട്ടെ. ഒന്നാകട്ടെ എന്ന് പറഞ്ഞാൽ ഒറ്റ ലക്ഷ്യത്തിനുള്ളത് എന്നാണ് അർത്ഥം, അല്ലേ? അല്ലാതെ എല്ലാവരും ഒരേ പണി ചെയ്താൽ പോരാ, അല്ലേ? ക്ഷേത്രത്തില് എല്ലാവരും ചെണ്ട കൊട്ടിയാൽ മതി, മാരാരുടെ പണി ചെയ്താൽ മതി. മാരണം ചെയ്യാം, ചെണ്ട മാരണം ചെയ്യാന്ന് പറഞ്ഞാൽ അടിക്കാന്നുള്ള അർത്ഥം. എല്ലാവരും മാരാരുടെ പണി ചെയ്താൽ മതിയോ? എല്ലാവരും മാരാരുടെ പണി ചെയ്താൽ എന്താ കുഴപ്പം? മാല കെട്ടാൻ ആളില്ലാണ്ടാവും, വാഴയുടെ പണി ചെയ്യാൻ ആളില്ലാണ്ടാവും. എല്ലാവർക്കും കൊട്ടാനുള്ള ചെണ്ട കൊട്ടുണ്ടാവൂല. അപ്പൊ എല്ലാവർക്കും ഒരു പണി ചെയ്താൽ പറ്റില്ല. ഓരോരുത്തരും അവനവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഓരോ പ്രവൃത്തികൾ ചെയ്യണം. മാല കെട്ടുന്നവനും ചെണ്ട കൊട്ടുന്നവനും പിന്നെ എന്താണ് അവിടെ എല്ലാം അടിച്ചു കളിക്കാരനും എല്ലാം ചെയ്യുന്നത് എന്താണ്? ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട്, അല്ലേ? എല്ലാവർക്കും നമുക്ക് എന്ത് ചെയ്യണം? ഈശ്വര സാക്ഷാത്കാരത്തിനായി അതിനു വേണ്ടിയിട്ടുള്ളതായ ആരാധന നടത്തണം. നമ്മുടെ മനസ്സിന് ഏകാഗ്രത ഉണ്ടാവണം. ഒരു വിധത്തിലുള്ള ശല്യങ്ങൾ അവിടെ ഉണ്ടാകരുത്. എല്ലാവർക്കും
അവരവന്റെ കൃത്യം ചെയ്യുന്നതിനുള്ള സാഹചര്യമാണ് മറ്റെല്ലാവരും അത് ഒരുക്കുന്നത്. അപ്പൊ എല്ലാവരും പണി ഒന്നായിരിക്കട്ടെ എന്നല്ല, വിഭിന്ന സ്വരൂപങ്ങളെങ്കിലും ഒരേ ഒരു ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ടുള്ള സഹകൃതമായ പ്രയാണമാണ് നമ്മളെല്ലാവരും നടത്തുന്നത്. അതാണ് സമാനമായിട്ടുള്ള എന്തായിരിക്കണം? യഥാ വസ്തു സഹ ആസതി. എങ്ങനെയായാൽ എല്ലാവരും, നിങ്ങളെല്ലാവരും സമാധാനപൂർണമായി സഹവർത്തിക്കുന്നു, ആ വിധത്തിൽ നിങ്ങളുടെ വിചാര വികാരങ്ങളും മന്ത്രണങ്ങളും പ്രവൃത്തികളും എല്ലാം ഒന്നായിരിക്കട്ടെ എന്നുള്ള ഐകമത്യ സൂത്രം. എന്തുകൊണ്ടാണ് നമ്മൾ അന്ത്യേഷ്ടിയിൽ ചൊല്ലുന്നത്? ഒരാൾ ഇവിടുന്ന് മരിച്ചു പോകുമ്പോൾ അദ്ദേഹം ഈ മന്ത്രം നിങ്ങൾ ഓർക്കരുത്, നിങ്ങൾ മറക്കരുത് എന്ന് ഈ ലോകത്തിൽ നമുക്കെല്ലാവർക്കും, സമസ്ത ജീവജാലങ്ങൾക്കും സമാധാനപൂർണമായി വസിക്കണം, അതിനുള്ള 4 മന്ത്രങ്ങൾ പറഞ്ഞു തന്നുകൊണ്ടാണ് ഈ ലോകത്തിൽ നിന്ന് ഓരോ ജീവനും ഇത് പറഞ്ഞു പോകുന്നത്. അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോ എത്രമാത്രം ഐകമത്യത്തെ, ഏകമതി, സഹൃദമായ പ്രവർത്തനത്തെ എത്രമാത്രം നമ്മുടെ വേദങ്ങൾ മുറുകെ പിടിക്കുന്നു എന്നുള്ള ആശയം മനസ്സിലാക്കുക. എന്നിട്ടാണ് വേദങ്ങൾ എന്തല്ല ദുർഗ്രഹമായ കുറെ മന്ത്രങ്ങളല്ല വേദങ്ങൾ. നമ്മുടെ ജീവിതം സുഖകരമാകുന്നതിന് വേണ്ടി, ഈ ലോകത്തിൽ എല്ലാവരും ഐക്യത്തോടെ ജീവിക്കുന്നതിനുള്ള മഹാമന്ത്രങ്ങളാണ് വേദങ്ങൾ നമ്മുടെ മുമ്പിൽ വെക്കുന്നത് എന്ന് ഐകമത്യ സ്വത്വം വേദത്തിന്റെ ഏറ്റവും അവസാനത്തുള്ള മന്ത്രമാണ് നമ്മൾ പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോ വേദങ്ങൾ എന്താണ്? ഒരു സമാധാനപൂർണമായ സാമൂഹ്യ ജീവിതം നയിക്കുന്നതിനുള്ള ഏറ്റവും മഹത്തായ മന്ത്രണങ്ങൾ വേദങ്ങൾ നമുക്ക് ഉപദേശിച്ചത്. അപ്പൊ വേദത്തിന്റെ ഏറ്റവും അവസാനത്തെ 4 മന്ത്രമാണ് നമ്മൾ നോക്കിയത്. ഇനി നമുക്ക് നമ്മുടെ തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് പല ഭാഗങ്ങളും നമുക്ക് നോക്കാം. എന്നെ ശ്രമിച്ചതിന് എല്ലാവരോടും കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.